എല്ലാവർക്കും ഞാൻ സ്വാഗതം നൽകുകയാണ്. നമ്മുടെ AP സെക്ഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശാബ് സ്കൂൾ പഠനം ആരംഭിക്കാം. ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ്. നാം ഈ ഒരു ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബൈബിളിൽ നൽകിയിട്ടുള്ളതായ സിംബൽസ് ആൻഡ് സൈൻസ്, അതിനെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. പ്രതീകങ്ങൾ. ബൈബിൾ നാം വായിക്കുമ്പോൾ ബൈബിളിലുടനീളം അനേകം പ്രതീകങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പ്രതീകങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെയുണ്ട്. മാത്രമല്ല പല വേദപുസ്തകത്തിലെ പല പുസ്തകങ്ങളിലും ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് സങ്കീർത്തനങ്ങളിലും വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ സങ്കീർത്തനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നതായ ഈ പ്രയോഗങ്ങൾ, ഈ സിംബൽസ് ആൻഡ് സൈൻസ്, അതെന്തൊക്കെയാണ്? ഈ സിംബൽസ് ആൻഡ് സൈൻസിലൂടെ നാം എന്താണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് കണ്ടെത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ഈ ആഴ്ച പഠിക്കുന്നത്. നമ്മുടെ മനഃപ്പാഠവാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മനഃപ്പാഠവാക്യം നൽകിയിരിക്കുന്നത് വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. വെളിപാട് 14:1. അപ്പോൾ നോക്കുക, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഈ മനഃപ്പാഠവാക്യത്തിൽ തന്നെ നമുക്ക് ചില പ്രതീകങ്ങൾ കാണാം. എന്തൊക്കെയാണ്? സിയോൻ മല, കുഞ്ഞാട്, നെറ്റിയിൽ എഴുതിയിരിക്കുന്ന നാമം, പിന്നെ 144,000. അത് 144,000 എന്ന് പറയുന്ന സംഖ്യയെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഭിന്നമായ അഭിപ്രായമുണ്ട്. അതൊരു എക്സാക്റ്റ് നമ്പറാണ് എന്ന് ചിലർ പഠിപ്പിക്കുന്നു. എന്നാൽ ചിലർ അതിനെ പറയുന്നത് അതൊരു വെറും പ്രതീകം മാത്രമാണ് എന്നും പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ നാം കാണുന്നതായ പ്രതീകങ്ങൾ, ഒന്ന് സിയോൻ മല. സിയോൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇരിപ്പിടമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അക്ഷരീയമായ ഈ സിയോൻ മല എന്ന് പറയുന്നത് ദൈവം വസിക്കുന്നതായ കേന്ദ്രമായിരുന്നു എന്ന് ജനം വിശ്വസിച്ച ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ സിയോൻ മല, പിന്നെ കുഞ്ഞാട്. കുഞ്ഞാട് എന്ന് പറയുന്നത് ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് എന്ന് നാം പഠിക്കുന്നു. അപ്പോൾ കുഞ്ഞാടെന്ന് പറയുന്നതും ഒരു പ്രതീകമാണ്. വീണ്ടും നെറ്റിമേൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്നതായി. അപ്പം നെറ്റിമേൽ എഴുതിയിരിക്കുന്നു, ഇതും ഒരു പ്രതീകമാണ്. അപ്പോൾ അങ്ങനെ നാം നോക്കുമ്പോൾ ബൈബിളിൽ ഉടനീളം അനേകം പ്രതീകങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ പ്രതീകങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത് എന്തിലേക്കാകുന്നു എന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് നാം ശ്രമിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് പ്രതീകങ്ങൾ, നാം പലപ്പോഴും ഈ നമ്മുടെ യാത്രാമധ്യേ അനേകം പ്രതീകങ്ങൾ കാണുവാനുണ്ട്, സിംബൽസ് കാണാറുണ്ട്. ഇപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് എത്താറാകുന്നതിന് മുമ്പ് ഒരു കുട്ടി ബാഗ് തോളിൽ തൂക്കിയിട്ട് ഓടുന്നതായ ഒരു ചിത്രം. ഇറ്റ്സ് എ സിംബൽ ദാറ്റ് ഷോസ് ദ സ്കൂൾ ഈസ് വെരി നിയർ. റെയിൽവേ ഗേറ്റിൻ്റേതായ പ്രതീകങ്ങൾ, അതും അടുത്ത് തന്നെ റെയിൽവേ ഗേറ്റ് ഉണ്ട് എന്നാണ് അതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലെങ്കിൽ കേർവ്സ്, യു ക്യാൻ സീ കേർവ്സ്, അതും റോഡ് വളയുന്നു അല്ലെങ്കിൽ റോഡിൻ്റെ വളവിനെക്കുറിച്ചാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ
ഈ പ്രതീകങ്ങളെല്ലാം മറ്റൊന്നിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ബൈബിളിലും നാം ദാനിയേൽ പ്രവചനത്തിലും അതേപോലെ തന്നെ വെളിപാടിലും ഇത് കാണും. ഇത് ഉൽപ്പത്തി മുതൽ ബൈബിളിലെ മിക്കവാറുമുള്ള എല്ലാ പുസ്തകങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങളിൽ എപ്രകാരമാണ് ഈ പ്രതീകങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് നാം പഠിക്കുന്നത്. സങ്കീർത്തനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അത് നല്ല ഗീതങ്ങൾ, നല്ല പാട്ടുകൾ, ഗുഡ് സോങ്സ്, സ്വീറ്റ് സോങ്സ് എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറയും. ദാവീദാണ് ഏറ്റവും കൂടുതൽ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നും നാം പഠിച്ചിട്ടുണ്ട്. ഈ സങ്കീർത്തനങ്ങളെന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവവുമായുള്ള സംഭാഷണത്തെക്കുറിച്ചാണ് സങ്കീർത്തനങ്ങളിൽ പ്രതിപാദിക്കുന്നത്. വീണ്ടും ദൈവം കൊടുത്തതായ വാഗ്ദത്തങ്ങളെക്കുറിച്ചാണ് ഈ സങ്കീർത്തനങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, രക്ഷയെക്കുറിച്ചും ഇത് പ്രതിപാദിക്കും. അപ്പോൾ ഈ സങ്കീർത്തനങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളതായ ഈ സിംബൽസ് ആൻഡ് സൈൻസ് അത് നമ്മൾ പിന്നീട് വെളിപാട് പുസ്തകം പ്രത്യേകിച്ചും 14-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഈ അടയാളങ്ങളെക്കുറിച്ച് വളരെ സ്പഷ്ടമായി അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നാം കാണാം. ഈ 14-ാം അധ്യായത്തിൽ പ്രത്യേകിച്ചും പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ശേഷിപ്പ് സഭയുടെ ഈ ഭൂമിയിലെ ദൗത്യം. നോക്കാം, 14-ാം അധ്യായം വെളിപാട് പുസ്തകം അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു കാര്യം ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ ശേഷിപ്പ് സഭയുടെ ദൗത്യം, അതേക്കുറിച്ചാണ്. രണ്ടാമതായിട്ട് പൗരാണിക ഇസ്രായേലിന് കൊടുത്ത അതേ ദൗത്യം ആത്മീക ഇസ്രായേലിന് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പ്രതിപാദിക്കും. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് അത് പ്രതിപാദിക്കും. നാലാമതായിട്ട് അത് ആഹ്വാനം ചെയ്യുകയാണ്. എന്ത്? സൃഷ്ടാവിൻ്റെ ആരാധിക്കുവാൻ മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യുക. സൃഷ്ടാവിനെ ആരാധിക്കുവാൻ മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യുക. ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഈ വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. ഇനി ഒന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് വരാം. നമ്മുടെ മഹാപുരോഹിതൻ. നമ്മുടെ മഹാപുരോഹിതൻ. നമുക്കറിയാം, നമുക്കൊരു മഹാപുരോഹിതനേ ഉള്ളൂ, അത് നമ്മുടെ ക്രിസ്തുവാകുന്നു എന്ന് നാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ നാം മോശയുടെ കഥയിലേക്ക് വരുമ്പോൾ ദൈവം മോശയോട് ഒരു ഭൗമിക കൂടാരം പണിയുവാൻ ആവശ്യപ്പെടും. അത് മോശയുടെ ഇഷ്ടപ്രകാരമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം, ദൈവത്തിൻ്റെ ഡിസൈനിൽ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ അത് പണിയുവാനാണ് മോശയോട് പറയുന്നത്. അത് മോശയ്ക്ക് സ്വന്തമായിട്ട് മോശയുടെ രീതിയിൽ അത് പണിയുവാനുള്ള അവകാശം ഇല്ലായിരുന്നു എന്നാണ്. അത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 9 മുതൽ 9-ന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലാണ് അവിടെ പൗലോസ് വളരെ വ്യക്തമായി പറയുകയാണ്, ഈ ഭൗമിക കൂടാരം സ്വർഗീയ കൂടാരത്തിൻ്റെ ഒരു നിഴൽ ആകുന്നു, അതിൻ്റെ ഒരു മാതൃകയാകുന്നു എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. അപ്പോൾ സ്വർഗത്തിലൊരു കൂടാരമുണ്ടെന്നും ആ സ്വർഗത്തിലെ കൂടാരത്തിൻ്റെ ആ ഒരു മിനിയേച്ചർ, അതിൻ്റെ ഒരു മാതൃക, അതാണ് മോശയോട് ഈ ഭൂമിയിൽ പണിയുവാൻ ദൈവം കൽപ്പിച്ചത്. അവിടെ പുരോഹിതൻ എന്ന് പറയുന്നത് ക്രിസ്തുവാകും. അല്ലെ, യാഗവും പുരോഹിതനുമൊക്കെ
ക്രിസ്തുവാകുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനിയും ഈ വെളിപ്പാടിൽ 14-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ സിംഹാസനത്തെക്കുറിച്ച് നാം പഠിക്കുന്നു. അല്ലെങ്കിൽ യോഹന്നാൻ കാണുന്നതായ സിംഹാസനത്തെക്കുറിച്ചുള്ളതായ ദർശനം അവിടെ നാം പഠിക്കുക. ആ സിംഹാസനത്തെക്കുറിച്ചുള്ള ദർശനത്തിൽ തന്നെ ആ സിംഹാസനം എപ്രകാരമായിരുന്നു, അത് പണിയപ്പെട്ടതേ, അത് എന്തുകൊണ്ടൊക്കെയാണ് പണിയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് അത് സൂര്യകാന്തം, പത്മരാഗം, പച്ചവില്ല്, പിന്നെ സിംഹാസന മുറി എന്ന് പറയുന്നത് അവിടെ മൂപ്പന്മാരെ കാണുന്നു, ജീവികളെ കാണുന്നു, അവർ തലയിൽ പൊൻകിരീടം ചൂടിയിരിക്കുന്നു. അതേപോലെ തന്നെ 7 ആത്മാക്കളെക്കുറിച്ച് പറയുന്നു, 7 ദീപങ്ങളെക്കുറിച്ച് പറയുന്നു, പളുങ്ക് നദി, ഇതെല്ലാം അവിടെ വിവരിക്കുന്നുണ്ട്, അവിടെ കാണുന്നുണ്ട്. ഇതെല്ലാം ദൃഷ്ടാന്തങ്ങളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാകുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ബുദ്ധിയുടെ വികാസത്തിന്, ബുദ്ധിയുടെ ഉപദേശത്തിനാകുന്നു ഇതൊക്കെയും കാണിച്ചിരിക്കുന്നത് എന്നാണ് നാം അവിടെ വായിക്കും. അപ്പോൾ ഇതിൽ കൂടെ നാം മനസ്സിലാക്കുന്നത് ദൈവജനത്തിന് ദൈവത്തിൻ്റെ ആലയവുമായിട്ടുള്ളതായ ബന്ധം, സ്വർഗീയ കൂടാരം, ഭൗമിക കൂടാരം. ഈ ഭൗമിക കൂടാരത്തിലായാലും ശരി, സ്വർഗീയ കൂടാരത്തിലായാലും ശരി, ജനം കടന്നു വരുന്നു. അപ്പോൾ ദേവാലയവുമായി ജനങ്ങൾക്ക് എത്രമാത്രം ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഭൗമികമായ കൂടാരം നമ്മൾ പഠിക്കുമ്പോൾ ദാവീദും ഈ കൂടാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നാം അവിടെ പഠിക്കുന്നുണ്ട്. ഇനിയും ദൈവജനത്തിന് മശിഹ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചും നാം ഇത് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പം ഇതൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത ഭാഗം സീനായി പർവ്വത മുകളിൽ. സീനായി പർവ്വത മുകളിൽ നമ്മൾ വെളിപാട് പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ദൈവജനം സീനായി പർവ്വത മുകളിൽ വരുന്നതായിട്ട് കാണിക്കുന്നു. ദൈവജനം സീനായി പർവ്വത മുകളിൽ വരും. സീനായി എന്ന് പറയുന്ന ഭൗമിക പർവ്വതത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു ഈ ലോകത്ത്. അത് ദൈവം വസിക്കുന്നതായ സ്ഥലമായിട്ട് അതിനെ ചിത്രീകരിക്കുന്നു. എന്നാൽ ഇവിടെ സ്വർഗീയമായ സീനായി പർവ്വതത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നാം പറഞ്ഞു ഇതൊക്കെ സിമ്പലാണ്, അടയാളങ്ങളാണ്. ഏതായാലും ദൈവം തൻ്റെ ജനത്തോടൊപ്പം കൂടി വരുന്നതായ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇതൊക്കെയും പ്രതിപാദിക്കുന്നത്. ഈ ഭൗമികമായ സീനായി പർവ്വതം എന്ന് പറയുന്നത് യെരുശലേമിന് പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്തത്. എന്നാൽ പിന്നീട് മോറിയ മലയിൽ ദൈവത്തിൻ്റെ കൂടാരം പണിയുന്നതായ സമയത്ത് ഈ സീനായി പർവ്വതവും മോറിയ മലയും തമ്മിലൊരു താതാത്മ്യം പ്രാപിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൈവം വസിച്ച് എന്ന് വിശ്വസിക്കുന്നതായ സ്ഥലവും ദൈവത്തിൻ്റെ കൂടാരം പണിതതായ മോറിയ മലയും, ഇത് രണ്ടും താതാത്മ്യം പ്രാപിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അപ്പം ഇവിടെ ശേഷിപ്പ് സഭയുടെ ചിത്രീകരണത്തെക്കുറിച്ച് നാം ഈ 14-ാം അധ്യായത്തിൽ പഠിക്കുക. അപ്പോൾ ശേഷിപ്പ് സഭയുടെ ചിത്രീകരണം, അതേപോലെ തന്നെ ഈ ശേഷിപ്പ് സഭയുടെ ചിത്രീകരണവും
വെളിപാടിൽ ഉപയോഗിച്ചിരിക്കുന്നതായ സിംബൽസ് ആൻഡ് സൈൻസ് ഇത് രണ്ടും ഏതാണ്ട് ഒരേ രീതിയിലാണ് നാം കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ ഭാഷ എന്ന് പറയുന്നത് കൂടാര ഭാഷയാണ്. അല്ലെങ്കിൽ മറ്റൊരു ലളിതമായി പറഞ്ഞാൽ ഇവിടെ രണ്ടിടത്തും നാം കാണുന്നത് ഏതാണ്ട് ഒരുപോലെയുള്ള ദൃശ്യ ഭാഷയാണ്. ദൃശ്യഭാഷ, സൈൻസ് ആൻഡ് സിംബൽസ് ആണ് നാം ഇവിടെ കാണുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്കതിൽ മനസ്സിലാക്കാം. എന്താണ്? ദൈവത്തിൻ്റെ ജനം തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ കൂടി വരുന്നു എന്നാണ്. ദൈവത്തിൻ്റെ ജനം തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ കൂടി വരും. ഇതാണ് ഈ പർവ്വതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. അതാണ് നമ്മൾ വെളിപാടിൽ കണ്ടത്. സീനായി പർവ്വതത്തിൽ ദൈവത്തിൻ്റെ ജനം കൂടി വരുന്നതായ ആ ദർശന ഭാഷ നാം അവിടെ കാണുന്നതാണ്. അപ്പോൾ ഇനി ആരാണ് ഈ ഈ വിശുദ്ധ പർവ്വതത്തിൽ കൂടി വരുന്നത്? ദൈവത്തിൻ്റെ ജനം എന്ന് നാം പറഞ്ഞു. ഈ ദൈവത്തിൻ്റെ ജനം എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സങ്കീർത്തനം 15, 24 അധ്യായങ്ങൾ വായിക്കണം. വളരെ മനോഹരമായിട്ടുള്ള 2 അധ്യായങ്ങളാണ് സങ്കീർത്തനം 15, 24. അവിടെ ദാവീദ് ചോദിക്കുന്നതായൊരു ചോദ്യമുണ്ട്. എന്താണ്? ആരാണ് ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിൽക്കുക? അങ്ങയുടെ വിശുദ്ധ പർവ്വതത്തിൽ നിൽക്കുവാൻ ആർക്ക് കഴിയും? ആ ഭാഗം നമ്മളിങ്ങോട്ട് വായിക്കുമ്പോൾ ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതായ വാക്യങ്ങൾ എന്താണ്? യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? അതിനുത്തരം കൂടെ കൊടുക്കുന്നുണ്ട്. എന്താണ് ഉത്തരം? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഇതാണ് സങ്കീർത്തനം 24 പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സിയോൻ മലയിൽ കൂടി വരുന്ന ദൈവജനത്തിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ ദാവീദ് 24-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേ ദാവീദ് തന്നെ 15-ാം സങ്കീർത്തനത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എങ്ങനെയുള്ളവരാണ് അവിടെ പറയുന്നത്? എന്താണ്? യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയം കൊണ്ട് സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. എല്ലാവർക്കും അവിടെ കയറി ചെല്ലുവാൻ സാധ്യമല്ല. അപ്പോൾ അവരെങ്ങനെയുള്ളവരായിരിക്കുമെന്ന് വളരെ കറക്റ്റായിട്ട് ദാവീദ് പറയുകയാണ്. നിർമ്മല ഹൃദയമുള്ളവൻ, പോഷ്ക് പറയാത്തവൻ, കള്ളം പറയാത്തവൻ, പിന്നെ വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ. ഇവർ മാത്രമേ അവിടെ പ്രവേശിക്കുകയുള്ളൂ. അവിടെ അല്ലാതെ അഭിനയിക്കുന്നവരാരും അവിടെ പ്രവേശിക്കുകയില്ല. ഷോ ഓഫ് നടത്തുന്നവരാരും അവിടെ പ്രവേശിക്കുകയില്ല. വളരെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ദൈവം പറയുകയാണ്, ഈ പറഞ്ഞവരല്ലാതെ ആരും അവിടെ പ്രവേശിക്കുകയില്ല. നമ്മൾ പലപ്പോഴും ഓർക്കും ഇന്നയാളിന് അവർ ദൈവത്തിൻ്റെ ആൾ, അതിന് ദൈവത്തെക്കുറിച്ച് പറയുന്നു, ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു, ബൈബിളെടുത്ത് നടക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു എന്ന് നമ്മൾ പറയും. പക്ഷേ അവൻ്റെ ഹൃദയം എങ്ങനെയുള്ളതാണ് എന്നാണ് ദൈവം നോക്കുന്നത്. ഹൃദയത്തിൽ വഞ്ചനയുള്ളവൻ, ഹൃദയത്തിൽ കപടമുള്ളവൻ, അവരാരും അവിടെ പ്രവേശിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി ദാവീദ് പറയും. അപ്പം ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് നമ്മൾ വെളിപാട് പുസ്തകം 14-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണുന്നതായ 144,000 ജനം എന്ന് പറയുന്നു. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ 14-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും, അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. ഫോഷ്ക് അവരുടെ വായിൽ ഇല്ല. അപ്പോൾ
ഫോഷ്ക്ക് പറയാത്ത, കള്ളം പറയാത്ത, പ്രവർത്തിക്കാത്ത, ചിന്തിക്കാത്ത അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടമാണ് 144,000. ഇനി മാത്രമല്ല, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ 144,000-ൽ നമുക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ്. 144,000-ത്തെക്കുറിച്ച് പല പഠിപ്പീരുകളുണ്ട്. അതിൽ ഒന്ന് പറയുന്നത് അവർ യഹൂദ ഗോത്രത്തിൽപ്പെട്ടവരാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ 144,000 എന്ന് പറയുന്നത് പിന്നീട് മഹാകഷ്ടത്തിൽ നിന്ന് വരുന്ന എണ്ണിക്കൂടാൻ വയ്യാത്തൊരു ജനക്കൂട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതും ഇതിൽ തന്നെ ഉൾപ്പെടുന്നതാണ് എന്നും പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം വളരെ സ്പഷ്ടം, ഈ 144,000 ആയാലും ശരി, എണ്ണിക്കൂടാത്ത പുരുഷാരമായാലും ശരി, അതിൽ നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും യോഗ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. യോഗ്യതയുള്ളവരാരാകുന്നു എന്നാണ് ദാവീദ് ഈ സങ്കീർത്തനങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ക്യാൻ വി എൻ്റർ ദേ, വിൽ വി ബി ദേ? ഇതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം നമ്മൾ സ്വയം ഒന്ന് കണ്ടെത്തുക. അടുത്ത ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് പോകാം. കൽപ്പന നമ്മുടെ ഹൃദയങ്ങളിൽ. ഈ സിയോൻ മലമുകളിൽ നിൽക്കുന്നതായ ഈ ജനത്തിൻ്റെ അവരുടെ നെറ്റിയിൽ പേരുണ്ടായി. എന്താണ് ആ പേര്? പിതാവിൻ്റെയും കുഞ്ഞാടിൻ്റെയും. അപ്പം പിതാവിൻ്റെ പേരും കുഞ്ഞാടിൻ്റെ പേരും അവരുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ദിസ് ഈസ് ഓൾസോ സിമ്പൽ, ഇതൊരു പ്രതീകം മാത്രമാണ്. എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ജനം, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനം, സിയോൻ പർവ്വതത്തിൽ കാണുന്നതായ ആ ജനം, അവരുടെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഏതായാലും ഈ രണ്ട് നാമവും എന്ന് പറയുന്നത് രണ്ട് പേരുകളായിട്ട് അവിടെ എഴുതുന്നു എന്ന് നമുക്ക് ധരിക്കുവാൻ സാധിക്കില്ല. പിന്നെയോ, എന്നെ കണ്ടിരിക്കുന്നവർ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ഈ രണ്ട് നാമവും ഒന്നായിരിക്കണം. ഇനിയും പേര് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരാളെ സംബോധന ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അത് മത്തായി ആയാലും മർക്കോസ് ആയാലും എന്തായാലും ശരി, ഒരാളെ സംബോധന ചെയ്യുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് പേരെന്ന് പറയുന്നത്. ഒന്നാണ്. ഇനി രണ്ട്, പേര് എന്ന് പറയുമ്പോൾ പേരും പ്രശസ്തിയും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വിലമതിക്കുന്നത് എപ്രകാരമാണോ അതും അവൻ്റെ പേരായി മാറുന്നു. എന്ന് പറയുമ്പോൾ അവനെ നല്ലവൻ, തീയവൻ, കരുണയുള്ളവൻ, കള്ളം പറയാത്തവൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതവൻ്റെ ക്വാളിറ്റിയെയാണ് കാണിക്കുന്നത്, വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നാമം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത്, ക്വാളിറ്റിയെ ആയിരിക്കണം. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവൻ്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ പേരിടുന്നത് ഒരു അർത്ഥവുമില്ലാതെയാണ്. ഇപ്പോൾ അംബുജാക്ഷൻ എന്ന് പേര് നാം കേട്ടു, അംബുജാക്ഷൻ അല്ലെ അംബുജാക്ഷി. താമരയുടെ ഇതളുകൾ പോലുള്ള കണ്ണുകളോടുകൂടിയവൾ, അല്ലെങ്കിൽ സുന്ദരൻ, സുന്ദരി. പക്ഷേ ഈ പേരുകളുമായി ഒരിക്കലും ചിലപ്പോൾ ആ വ്യക്തി യോജിച്ചു പോകത്തില്ല. സുന്ദരൻ എന്ന് പേരിട്ടാൽ കണ്ടാൽ വൈരൂപ്യനായിരിക്കാം, അല്ലെങ്കിൽ അംബുജാക്ഷൻ എന്ന് പറയുന്ന വ്യക്തി കോങ്കണ്ണുള്ളവനാകാം. അപ്പോൾ പേരും അവൻ്റെ സ്വഭാവവും എപ്പോഴും യോജിച്ചു പോകണമെന്നില്ല. എന്നാൽ ഇവിടെ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയെ അവനെ ചിത്രീകരിക്കുന്നത് എപ്പോഴും അവൻ്റെ ഈ സ്വഭാവത്തിൻ്റെ അധിഷ്ഠിതമായിട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, ബൈബിളിൽ ഇവിടെ കാണിക്കുന്നത്
അവൻ്റെ സ്വഭാവത്തെയാകുന്നു എന്നാണ് നാം പഠിക്കേണ്ടത്. കാരണം പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൻ്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ മോശ ദൈവത്തോട് തൻ്റെ തേജസ് വെളിപ്പെടുത്തുവാനായി ആവശ്യപ്പെടുന്നത് നാം കാണുന്നു. അപ്പോൾ ദൈവം മോശയോട് സംസാരിക്കുകയും ചെയ്യുന്നു, അവനോട് കൺവേ ചെയ്യുന്നു. മോശ പറഞ്ഞു, നിൻ്റെ തേജസ് എനിക്ക് കാണിച്ചു തരയണമേ. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിൻ്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിൻ്റെ മുൻപാകെ ഘോഷിക്കും. ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിൻ്റെ മുൻപാകെ കടക്കുമാറാക്കി, ഞാൻ എൻ്റെ തേജസ് നിന്നെ കാണിക്കും. അതാകും എൻ്റെ നാമം, എൻ്റെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥമായിട്ട് നാം കാണുന്നത് ഇവിടെ പേരെന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം ആകുന്നു എന്നുണ്ട്. ഇവിടെ സങ്കീർത്തനം 119 55 വാക്യത്തിൽ വീണ്ടും ദാവീദ് പറയുകയാണ്, യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു, നിൻ്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു. എന്തുകൊണ്ടാണ് നിൻ്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു എന്ന് ദാവീദ് ഇവിടെ പറയുന്നത്? ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ നാമം എന്ന് പറയും. അപ്പോൾ ദൈവത്തിൻ്റെ നാമം എന്ന് പറയുന്നത് പ്രകാശത്തിലല്ല, പിന്നെയോ അവൻ്റെ സ്വഭാവത്തിലാണ്. അപ്പോൾ നാം കാഴ്ചയിലുപരി സ്വഭാവത്തെയാണ് വീക്ഷിക്കുന്നത്. കാണുന്നതെല്ലാം മായയാണ്, കാണുന്നതെല്ലാം റിയലായിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നാം സ്വഭാവത്തെയാണ് വീക്ഷിക്കേണ്ടത്. ആ സ്വഭാവത്തെയാണ് ദൈവമക്കളുടെ നെറ്റിയിൽ എഴുതിയിരിക്കും എന്ന് ഇവിടെ നാം പഠിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളുടെ നെറ്റിയിൽ നാമം എഴുതി വയ്ക്കുകയല്ല, മറിച്ച് അവരെ തിരിച്ചറിയുന്നതിന് അവരുടെ പ്രവൃത്തിയാൽ, അവരുടെ സ്വഭാവത്താൽ അറിയപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഞാനും നിങ്ങളും അറിയപ്പെടേണ്ടത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടതായ കാര്യം. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. വെനസ്ഡേ സങ്കീർത്തനം 5. ഈ 5-ാം സങ്കീർത്തനത്തിൽ ദാവീദ് 2 കൂട്ടം ആൾക്കാരെക്കുറിച്ചാണ് പറയുന്നത്. വീട്ടിൽ ദയവായി നിങ്ങൾ 5-ാം അധ്യായം ഒന്നെടുത്ത് വായിക്കണം. അവിടെ 2 തരത്തിലുള്ള ജനത്തെക്കുറിച്ച് ദൈവം പറയും. അതിൽ ഒന്നെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയവർ, 2 എന്ന് പറയുന്നവർ വീണ്ടെടുക്കപ്പെട്ടവർ. അപ്പം നഷ്ടപ്പെട്ടു പോയവരും വീണ്ടെടുക്കപ്പെട്ടവരും. ഇനി നഷ്ടപ്പെട്ടു പോയവരുടെ ക്വാളിറ്റിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? അവരൊന്ന് ദുഷ്ടന്മാരാണ്, അഹങ്കാരികളാണ്, നീതികേട് പ്രവർത്തിക്കുന്നവർ, ഭോഷ്ക് പറയുന്നവർ, രക്തപാതകന്മാർ, ചതിക്കുന്നവർ, അവരുടെ ഹൃദയത്തിൽ നേരില്ല, ഹൃദയം നാശകൂപത്താൽ നിറഞ്ഞിരിക്കുന്നു, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് മധുരവാക്ക് പറയുന്നവർ, അതിക്രമം ചെയ്യുന്നവർ, മത്സരികൾ. ഇവരാണ് നഷ്ടപ്പെട്ടു പോയത്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവരോ? വീണ്ടെടുക്കപ്പെട്ടവരെക്കുറിച്ച് പറയുന്നത് നിന്നെ ശരണം പ്രാപിക്കുന്നവർ. അങ്ങനെ ശരണം പ്രാപിക്കുന്നവർ അവരെന്ത് ചെയ്യും? അവർ സന്തോഷിക്കും, അവർ ആനന്ദിക്കും, അവർ നിന്നിൽ ഉല്ലസിക്കും, അവർ അനുഗ്രഹിക്കപ്പെടും, അവരിൽ ദയയുണ്ടായിരിക്കും. ഇതാണ് വീണ്ടെടുക്കപ്പെട്ടവരുടെ സ്വഭാവം. അപ്പോൾ ഈ 2 വിഭാഗങ്ങളെക്കുറിച്ച് ദാവീദ് ആ അധ്യായത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്നു. ഈ അധ്യായവും വീണ്ടും
വെളിപാട് 14-ാം അധ്യായവും തമ്മിൽ വീണ്ടും നമുക്ക് കൂട്ടിച്ചേർക്കാം. അപ്പോൾ നോക്കുക, വീണ്ടെടുക്കപ്പെട്ടവർ എങ്ങനെയുള്ളവരാണ്? ദൈവത്തെ ശരണം പ്രാപിക്കുന്നവർ. അവർ എപ്പോഴും സന്തോഷിക്കും, ആനന്ദിക്കും. ആര്? കർത്താവിൽ സന്തോഷിക്കും. അവർ അനുഗ്രഹിക്കപ്പെടും. അവർ ദയ ലഭിച്ചവരായിരിക്കും. അപ്പോൾ 144,000-ൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ അവരെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവർ കന്യകമാരാണ്, മാലിന്യമില്ലാത്തവരാണ്, അവരുടെ വായിൽ ഭോഷ്കില്ല, കളങ്കമില്ലാത്തവർ, കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർ. നോക്ക് എത്ര ക്ലോസ്ലി ഇറ്റ് ഈസ് റിലേറ്റഡ്. അതെ, അവരുടെ വായിൽ ഭോഷ്കില്ല, കള്ളം പറയുന്നവരല്ല, അവർ മാലിന്യമില്ലാത്തവരാണ്, പിന്നെ കളങ്കമില്ലാത്തവരാണ്. ഒരു കളങ്കവും അവരില്ല. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ഈ 144,000 എന്ന് പറയുന്നത് കർത്താവിൽ ശരണം പ്രാപിക്കുന്ന ഇപ്രകാരമുള്ള വ്യക്തികൾ ആയിരിക്കും. ഈ അധ്യായത്തിൻ്റെ താഴേക്ക് പഠിക്കുമ്പോഴാണ് നമ്മൾ ത്രിവിധ ദൂതുകളെക്കുറിച്ച് പഠിക്കുന്നത്. ത്രിവിധ ദൂതുകളെ. അപ്പോൾ ഇവർക്ക് ദൈവം ഒരു പദവി കൊടുക്കുന്നു. അതെ, ഈ 144,000-ന് ദൈവം ഒരു പദവി കൊടുക്കുന്നുണ്ട്. ഈ പദവി അവരുടെ അർഹത കൊണ്ട് അവർക്ക് കിട്ടുകയല്ല, പിന്നീടോ ദൈവം അവർക്ക് കൊടുക്കുകയാണ്. അപ്പം അനർഹരായിട്ടുള്ളവർക്ക് ദൈവം കൊടുക്കുന്നതായ ഒരു സമ്മാനമാണ് അത്. അതാകുന്നു ദൈവത്തിൻ്റെ ശേഷിപ്പ്. അവരെന്നും കർത്താവിനോടൊപ്പം ആയിരിക്കും എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ത്രിവിധ ദൂതുകളുടെ വക്താക്കളാകുക നമ്മൾ ഓരോരുത്തരും. അതവിടെ ഒരു ആഹ്വാനം കൂടെയാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ ഭാഗം, പാപികളെ നിൻ്റെ വഴി പഠിപ്പിക്കുക. പാപികളെ നിൻ്റെ വഴി പഠിപ്പിക്കുക. നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ ദർശനത്തെക്കുറിച്ച് പഠിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ ദർശനത്തിൽ സിംഹാസനമുറി കാണിച്ചു കൊടുക്കുന്നു. യെശയ്യാ പ്രവാചകൻ സ്വയം തിരിച്ചറിയുന്നു, താൻ പാപിയാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ സ്വയം തിരിച്ചറിയുന്നതായ സന്ദർഭത്തിൽ ദൈവത്തോട് തൻ്റെ അവസ്ഥയെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ വിലപിക്കുന്നു, പറയുന്നു. അപ്പോൾ സ്വയം മനസ്സിലാക്കുന്നതായ യെശയ്യാ പ്രവാചകൻ. നമ്മൾ ചെയ്യാത്ത കാര്യം അതാണ്. നാം ആരും സ്വയം നാം എന്താകുന്നു, എങ്ങനെയാകുന്നു എന്ന് ചിന്തിക്കാറില്ല. ഇവിടെ യെശയ്യാ പ്രവാചകൻ താൻ ആരാകുന്നു, എത്ര വലിയ പാപിയാകുന്നു എന്ന് സ്വയം തിരിച്ചറിഞ്ഞപ്പോൾ, ദൈവത്തോട് വിലപിച്ചപ്പോൾ ദൈവം അവനെ ശുദ്ധീകരിക്കുന്നു, കനലെടുക്കുന്നു, അവൻ്റെ നാക്കിൽ തൊടുന്നു. അങ്ങനെ അവൻ്റെ അകൃത്യങ്ങളെയും പാപങ്ങളെയും നീക്കിക്കളയും. അങ്ങനെ നീക്കിക്കളയുന്നതായ അവസ്ഥയിൽ യെശയ്യാ പ്രവാചകൻ ദൈവത്തോട് പറയുകയാണ്, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അപ്പോൾ സ്വയം മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നതായ ഒരു വ്യക്തിയെ ദൈവം തൻ്റെ ശക്തിയാൽ നിറയ്ക്കുന്നു എന്നുള്ളതാണ്. അവൻ്റെ പാപങ്ങളും അവൻ്റെ അകൃത്യങ്ങളും അവനിൽ നിന്ന് മാറ്റിക്കളയുകയും അവനെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാമൊക്കെ ആ ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലുള്ളവരാകുന്നുവോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. അപ്പോൾ ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ദൈവവുമായി ഒന്നായി ചേരുക എന്നുള്ളതാണ്. പാപരഹിതമായ ഒരു അവസ്ഥയിലേക്ക് എടുക്കപ്പെടുക, കടന്നു വരിക എന്നുള്ളതാണ് ശുദ്ധീകരണം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ചതായ മനുഷ്യർക്ക്
ദൈവം കൊടുക്കുന്നതായ ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യമാണ് നമ്മൾ ത്രിവിധ ദൂതിലൂടെ നാം കാണും. അങ്ങനെ ആ ദൗത്യം ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ ദാവീദിനെ പോലെ ആദ്യമായി തീരും. സങ്കീർത്തനം 51-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണം. വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 51-ാമത്തെ സങ്കീർത്തനം. അവിടെ ദാവീദിൻ്റെ ഒരു വിലാപം നമുക്ക് കാണുവാൻ സാധിക്കും. എങ്ങനെ? ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ, എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനാൽ എന്നെ നടത്തണമേ എന്ന് വിലപിക്കുന്നതായ ദാവീദിനെയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പം അങ്ങനെ നിർമ്മലമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമകളാകുമ്പോൾ നാം ദൈവത്തിലേക്ക് തിരിയുമോ? വീണ്ടും ദാവീദ് വീണ്ടും അതിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിൻ്റെ വഴികളെ ഉപദേശിക്കും. നോക്കുക, നാം നിർമ്മലരാകുമ്പോൾ, പാപം ക്ഷമിച്ച് കിട്ടുമ്പോൾ, അകൃത്യങ്ങൾ മാറ്റിക്കിട്ടുമ്പോൾ എന്തു ചെയ്യും? അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിൻ്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്കലേക്ക് തിരിയും. എൻ്റെ രക്ഷയുടെ പാറയായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിൻ്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എൻ്റെ നാവ് നിൻ്റെ നീതിയെ ഘോഷിക്കും. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് വീണ്ടും കടന്നു വരുന്നതായ, റിട്ടേണിംഗ് ടു ഗോഡ്, അങ്ങനെ കടന്നു വരുന്നതായ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ് ഇത്. അങ്ങനെ കടന്നു വരുന്നതായ ഒരു വ്യക്തി, ഹി വിൽ ടേക്ക് ദ മിഷൻ. അവൻ ആ ദൗത്യം ഏറ്റെടുക്കും. ഏത് ദൗത്യം? വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ ത്രിവിധ ദൂതുകൾ ലോകത്തെങ്ങും ഘോഷിക്കുക, അല്ലെങ്കിൽ 3 ദൂതന്മാരുടെ ദൂത് എല്ലായിടത്തും ഘോഷിക്കുക എന്നുള്ള ആ മഹത്തായ ദൗത്യം ഏറ്റെടുക്കുന്നവരായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക. ഒന്നുകൂടെ, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യും. അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ ദൂതിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഞങ്ങൾ അങ്ങയിലേക്ക് കടന്നു വരുവാനും അങ്ങ് ഏൽപ്പിച്ചതായ ദൗത്യത്തിന് ഉത്തരവാദികളായി തീരുവാനും അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.